അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇന്ന് സഭയിൽ കണ്ടത് പിണറായി സ്തുതി നല്ല ഈണത്തിൽ പാടിക്കൊണ്ട് PC വിഷ്ണുനാഥ് പ്രതിപക്ഷ നിരയിൽ നിന്നും കയ്യടി വാങ്ങുന്നതാണ്. ആ പാട്ടിങ്ങനെ ഈണത്തിൽ പാടി പുറത്തൊന്ന് പരിഹസിച്ച് നിന്നാൽ അടുത്ത ഭരണം പിടിക്കാൻ പറ്റുമോ? അപ്പുറത്ത് കേൾക്കുന്നത് രാഷ്ട്രീയ കാര്യ സമിതിയിൽ എങ്ങനെ ഭരണം പിടിക്കാമെന്നുള്ള ചർച്ചകളിൽ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച പ്രതിപക്ഷ നേതാവിനോട് നിങ്ങളെ എങ്ങനെ ഒറ്റയ്ക്ക് സർവേ നടത്തിയെന്ന ചോദ്യം ഉയർന്നു എന്നാണ്. അങ്ങനെ അധിക വർത്തമാനത്തിലേക്ക് കടന്നപ്പോൾ എന്നാൽ ഞാൻ ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞ് പാതി വഴിയിൽ VD സതീശൻ പ്രസംഗം നിർത്തി എന്നുള്ളതാണ്. എന്താണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നാണ് ലാൽകുമാറിന്റെ മനസ്സിലാക്കൽ? അല്ല, ആദ്യം തന്നെ PC വിഷ്ണുനാഥ് സംസാരിച്ചത് എന്താന്ന് ഞാൻ കേട്ടില്ല. പരാമർശം നടത്തുന്നത് ഞാൻ വിഷ്ണുവിനെയും പഴയ ഇതുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പരിപാടിയിലെ പാട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ സ്തുതിച്ചുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് പാടിക്കൊണ്ട് ഇവിടെ സർക്കാർ ജീവനക്കാർ 2 തട്ടിലാണെന്നും ഒരു വിഭാഗത്തിന് നല്ല ശമ്പളം ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടുകയാണ്. ഇന്നിപ്പോൾ സമരത്തിന്റെ ദിവസമാണല്ലോ, ആ ദിവസം ആ വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ട് സഭയിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഇപ്പം കിട്ടി. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവ്, പ്രത്യേകിച്ച് വിഷ്ണുവിനെ പോലൊരാൾ, അത് ചെയ്യണമല്ലോ. നോക്കൂ, നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാം പിണറായി അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലായ്പ്പോഴും പറഞ്ഞുകൊള്ളണം എന്നുള്ളൊരു വാശി നമുക്കില്ല. വിമർശനം നിർബന്ധമായും വരും. ഇപ്പം പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്നതുകൊണ്ട് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇല്ലേ, വിയോജിപ്പുകൾ ഉണ്ടാകത്തില്ലേ, അതൊക്കെ വരും, വിമർശനം ഉണ്ടാവും. അതല്ല, നോക്കൂ, സംഘടനാപരമായി ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായി CPM എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. നോക്കൂ, കോൺഗ്രസിനകത്ത് ആദ്യം ഒരു ഭരണം അവർക്ക് നഷ്ടപ്പെടുന്നു. ആ ഭരണം നഷ്ടപ്പെട്ട ശേഷം വീണ്ടും പിണറായിയുടെ നേതൃത്വത്തിൽ കൃത്യമായി CPM-നും അല്ലെങ്കിൽ LDF-ന് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നു. അന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ദയനീയമായി അവർ തോക്കുകയും ചെയ്തു. അത് അവർക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വെപ്രാളം, ആ വെപ്രാൾ ഇനിയും അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറയുന്നത് അതുകൊണ്ടാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്ന് പറയുന്നത്, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്നു CPM-ന് അടുത്ത പ്രാവശ്യം അധികാരം പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അതൊരു ഞാൻ ആ സംഘടനാപരമായാണ് പറയുന്നത്. അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടി നിലനിൽക്കത്തുള്ളൂ എന്നുള്ളൊരു ധാരണ ഒരു കാരണവശാലും എനിക്കില്ല. ആശയം നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അധികാരം എന്ന് പറയുന്നത് ഒരു ഡു ഓർ ഡൈ സിറ്റ്. ഏത് പാർട്ടിയുടെ കാര്യത്തിലായാലും അത് പറഞ്ഞോളൂ. അതും ഒരു വിമർശനമാണല്ലോ, അല്ലേ? അതും ഒരു വിമർശനം, അതും പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അധികാരത്തിൽ ഇരുന്നാൽ നശിച്ചു പോകും എന്ന് പറയുന്ന വിമർശനവും അധികാരമില്ലെങ്കിൽ ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നതും രണ്ടാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിൽ വിലയിരുത്താം, അതിനൊരു അഭിപ്രായമില്ല. കേരളത്തിൽ കുറേ നാളുകളായി നടക്കുന്നത് കോൺഗ്രസിനകത്ത് 16 ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറ്, ആന്റണി ഗ്രൂപ്പ്, അപ്പുറത്ത് കരുണാകരൻ്റെ ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് ആന്റണി ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ബൈപോളാർ പൊളിറ്റിക്സ് വ്യക്തമായി കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. അന്ന് ഇതിനകത്ത് മൊത്തം ഗ്രൂപ്പാണെന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞപ്പം ഇവിടുത്തെ കോൺഗ്രസ് നിരീക്ഷകർ, അല്ലെങ്കിൽ കോൺഗ്രസ് സഹയാത്രികർ, അതുമാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ പോലും പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ശക്തിയാണ് എന്നാണ്. ഇപ്പം ആ ശക്തിയൊക്കെ ഇപ്പം നോക്കൂ, ഒന്നിലേക്ക് മാറിയപ്പം പഴയതിൽ നിന്ന് ശക്തിയായി എന്നാണ് പറയുന്നത്. പഴയതിനെക്കാട്ടിലും ഗംഭീരമായി അന്ന് ഗ്രൂപ്പ് ഇല്ലായിരുന്നു, ഇപ്പം ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നത്. അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗ്രൂപ്പ് ആ ശക്തി എന്നാണ്. ഞാൻ വളരെ ലളിതമായി പറയാം, പണ്ടുണ്ടായിരുന്ന ശക്തി കോൺഗ്രസിന് ഇന്നില്ല. കാര്യം ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പം യഥാർത്ഥത്തിൽ അതിനകത്തൊരു ഡെമോക്രാറ്റിക് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എതിർക്കുന്നൊന്നുമില്ല അതിനകത്തെ. കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായി എല്ലാ ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ. നോക്കൂ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു വലിയ നേതാവ് ഒരു സൈഡിൽ നിൽക്കുന്നു, അദ്ദേഹവും ഇപ്പുറത്ത് കുറേ കൂട്ടരും നിൽക്കുന്നു. അങ്ങനെ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ കക്ഷികളെയും എല്ലാ പാർട്ടികളെയും പലപ്പോഴും പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് പിണറായി വിജയൻ നിൽക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ പോലും അത് യഥാർത്ഥത്തിൽ സംഘടനാപരമായ ഗുണമാണ് ചെയ്യുക. സംഘടനാപരമായി എപ്പോഴും ഗുണമാണ് ചെയ്യുന്നത്. നായനാറുടെ കാലത്ത് നായനാർ VS അച്യുതാനന്ദൻ, ഇങ്ങനെയൊക്കെ പറയും നമ്മൾ. പക്ഷേ അതിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗത്തിന് ശേഷം കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം, കോൺഗ്രസിനെ VD സതീശനും ഗ്രൂപ്പും ഹൈജാക്ക് ചെയ്തു.
സ്മൃതി, താങ്കൾ മാധ്യമപ്രവർത്തനം നടത്താൻ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകയാണ്. താങ്കൾക്ക് ഞാൻ രാഷ്ട്രീയ ഇവർ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി താങ്കളുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ താങ്കൾ ആലോചിച്ച് നോക്കൂ, രമേശ് ചെന്നിത്തല കേരളത്തിന്റെ രാഷ്ട്രീയ കളത്തിലില്ലായിരുന്നു എന്നാണ് എൻ്റെ വിമർശനം. കാര്യം വി ഡി സതീശനും അല്ലെങ്കിൽ ആ ഗ്രൂപ്പും ചേർന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു വലിയ ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് NSSന്റെ ആസ്ഥാനത്തേക്ക് പോകുന്ന രമേശ് ചെന്നിത്തലയുടെ അതെ മറ്റ് സംസ്ഥാനത്തെ ചുമതല ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് അങ്ങോട്ട് ചുമതല കിട്ടുന്നതിന് കാര്യം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിലേക്കാണ് ഞാൻ അപ്പോൾ അടുത്ത് പോകുന്നു. കാര്യം അത് വീണ്ടും വീണ്ടും കെ സി വേണുഗോപാലും കൂട്ടരും കൂടെ ചേർത്ത് ഇവിടുന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നു എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനമുണ്ട്. അതാണല്ലോ അടുത്ത പ്രശ്നം. അദ്ദേഹത്തിന് പഞ്ചാബിൽ ഇത് കിട്ടി, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ഇത് കിട്ടി. അദ്ദേഹത്തിനെ ഒതുക്കാനായി അല്ലെങ്കിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയോടുകൂടി നിൽക്കാതിരിക്കാനായിട്ടുള്ള കോൺഗ്രസിനകത്തൊരു കളിയാണെന്നുള്ളൊരു വിമർശനമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ സബ്സ്റ്റാൻഷ്യലി കാര്യത്തിലേക്ക് വന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല വൃത്തിയായി പറയുന്നുണ്ടോ, രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള ഒരു അവസരമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങോട്ടൊരു അവസരം ഇല്ലായിരുന്നു എന്നാണ്. ഈ NSSുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടും ഒക്കെ അദ്ദേഹം തിരിച്ചു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഇവിടെ എല്ലാവർക്കും വെപ്രാളം ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പൊ കോൺഗ്രസിനകത്ത് വെപ്രാളം ഉണ്ടാകുന്നത് കാര്യം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മത്സരിച്ചപ്പം രമേശ് ചെന്നിത്തലയെ തോപ്പിച്ച ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പൊ രമേശ് ചെന്നിത്തല ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം. വി ഡി സതീശനും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം ഇവർ തമ്മിൽ തർക്കം നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ തർക്കമില്ല. ഇതൊരു ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ പ്രശ്നം തീരുമെങ്കിൽ ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയ ആൾക്കാരാണ് സുധാകരനും രമേശ് ചെന്നിത്തല വി ഡി സതീശനും. നമ്മൾ കണ്ട മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കണ്ട വാർത്താ സമ്മേളനം ഒരുമിച്ചല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. ഇവിടെ ഞാൻ അടിസ്ഥാനപരമായി പറയുന്നത്, ഇതിനകത്ത് 16 ഗ്രൂപ്പായി മാറി. വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കെ സി വേണുഗോപാലിനോടൊപ്പം ചേർന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നു. ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയെ ഭയക്കേണ്ടതില്ല ഇടതുപക്ഷത്തിന് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വരട്ടെ, രമേശ് ചെന്നിത്തലയുടെ പേര് അങ്ങനെ ഉയർന്നു കേൾക്കട്ടെ, കാരണം ഭയക്കേണ്ടതില്ലാത്തൊരു നേതാവാണല്ലോ, അദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്ങ് ഉയർന്നു കേൾക്കട്ടെ എന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ വി ഡി സതീശനെ പേടിയാന്ന് നമ്മൾ പറഞ്ഞില്ല, അത് മനസ്സിലാക്കണം. വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയാണേലും ഇവിടെ നമുക്കൊന്നുമില്ല. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കഴിഞ്ഞ ഒരു 10-20 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാരാണ്? അത് ഉമ്മൻചാണ്ടിയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കോൺഗ്രസിനകത്തെ കാര്യം ഞാൻ പറയുന്നത്, കരുണാകരന് ശേഷം കേരളത്തിൽ വന്നിരിക്കുന്ന ആന്റണി പോലും അല്ല, ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ നമ്മൾ തോപ്പിച്ചില്ലേ? ഉമ്മൻചാണ്ടിയെ നമ്മൾ എതിർത്തില്ലേ? രാഷ്ട്രീയം പറഞ്ഞില്ലേ? പിന്നെ എന്ത് വി ഡി സതീശൻ? ഒരു പ്രശ്നമില്ല. അത് അപ്പുറത്ത് റിപ്പോർട്ടർ ചാനലില് എഡിറ്റേഴ്സ് അവറിൽ ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. സ്മൃതിയും അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളും കൂടെ ചേർന്നാണ് തീരുമാനിക്കുന്നത്. അതിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ മറ്റുള്ള ചാനലിനെ തോപ്പിക്കാനുള്ള റേറ്റിംഗ് ഉണ്ടാക്കും. അത് നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതിലെങ്ങനെ എനിക്ക് ഇടപെടാൻ പറ്റും? പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ഇടപെടാൻ പറ്റും? ഒരു പാർട്ടിക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഒരു ചാനലിൽ അവിടെ ഇടപെടാൻ പറ്റില്ല. കോൺഗ്രസ് അങ്ങനെ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇന്നയാൾ പറയുന്നതാണ് പോയിന്റ്. ഇന്നയാൾ പറയുന്നതിലേ സത്യമുള്ളൂ, ഇന്നയാൾ പറയുന്ന മഹാമോശമാണ് എന്ന രൂപത്തിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ രൂപത്തിലുള്ള രീതിയിൽ ഇടപെടാൻ പറ്റും. ആ ഇടപെടൽ ഇടതുപക്ഷത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. വി ഡി സതീശന്റെ കാര്യത്തിലും രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും ഒരിക്കലുമില്ല. കാര്യം ഇല്ല. നോക്കൂ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്ന ഒരു കാര്യം, വി ഡി സതീശൻ നേരത്തെ പെരുമാറിക്കൊണ്ടിരുന്ന രീതിയിലല്ല വി ഡി സതീശൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ അഗ്രസീവ് ആയിരിക്കുന്നു. എനിക്ക് വി ഡി സതീശനെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് NSSുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു തിരിച്ചുവരവ് അദ്ദേഹം നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞ ശേഷം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ശക്തിയോടുകൂടി അദ്ദേഹം അഗ്രസീവായി പ്രതികരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് എന്റെ കാംനെസ്സും കൂൾനെസ്സും നഷ്ടപ്പെടുന്നതാണ്. സ്മൃതി എന്നെ ഒരു കാര്യത്തിൽ പ്രകോപിച്ചാൽ ഞാൻ പ്രകോപിതനാകുമെങ്കിൽ അത് എന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അഗ്രസീവായിട്ട് പറയുമായിരിക്കാം, പക്ഷെ അത് എന്റെ പ്രശ്നമാണ്, സ്മൃതിയുടെ പ്രശ്നമല്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, അവിടെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ അപ്പുറത്ത് രാഹുൽ ഗാന്ധിയോ ആര് തന്നെ വന്നാലും ഇപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാര്യം അപ്പുറത്ത് രാഷ്ട്രീയം സൗമ്യതയോടുകൂടി പെരുമാറണമെന്നും അപ്പുറത്ത് CPM-ൽ നിന്ന് അല്പം കാർക്കശ്യത്തോടുകൂടിയും അല്പം ഷാർപ്പായും അല്പം അഗ്രസീവായും പ്രതികരിക്കുന്നത് അത് ശക്തിയുടെ തെളിവായും അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അത് നല്ല ചോദ്യം. അതിന് മറുപടി ഞാൻ പറയാം.
ഇത് യഥാർത്ഥത്തിൽ മാടപ്രാവുകളെ പോലെ പെരുമാറുന്ന നേതാക്കന്മാരെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞ് അത് ശക്തിയായി മുന്നിൽ അവതരിപ്പിച്ചത് കോൺഗ്രസാ. ഇതാ അവിടുത്തെ പ്രശ്നം. നോക്കൂ, ഇതൊരു ശക്തിയാണ്. ഞങ്ങൾ എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടിയാണ് പെരുമാറുന്നത്, ഞങ്ങളെല്ലാം സമാധാന പാർട്ടിയാണ്, ഞങ്ങൾ ഗാന്ധിജിയുടെ പാർട്ടിയാണ് എന്ന നറേറ്റീവോടുകൂടി യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്നത് അഗ്രസീവും ജനങ്ങളെ കാണുമ്പോൾ മിണ്ടാത്തവരും ചിരിക്കാത്തവരും ആണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനായി ഇതാണ് ഞങ്ങളുടെ ശക്തി എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്കതൊരു വിമർശനമായിട്ട് പറഞ്ഞുകൂടെ? നിശ്ചയമായും പറയാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സംശയമില്ല കരുതി. Debate with Smriti Parathikkad.